എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷാണ് മിസ്സേ ചതിച്ചേ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് മിസ് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിക്കുന്നത്. എങ്ങനെ ഇംഗ്ലീഷിലെ നെഗറ്റീവ് മാറ്റിയെടുക്കാൻ പറ്റും? ഒരു പക്ഷേ ഇംഗ്ലീഷ് ശരിയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കയറിയേനെ. അപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പലരിൽ നിന്നും കേട്ടുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ PSC എക്സാമുകളിൽ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അല്ലേ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സേഫായിട്ട് ആ മാർക്ക് ഇരിക്കും. അപ്പോൾ ഇനി ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പലർക്കും ഉള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ ഞാൻ ആദ്യം പറയാം കേട്ടോ, എന്നിട്ട് നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് ബേസ് മുതലൊന്നുമില്ല, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ അവർക്കൊക്കെ അവർ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയാം. അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ PSCക്ക് പഠിക്കുന്ന ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വളരെ ബേസ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ അത്രയ്ക്കും IQ വേണ്ട കാര്യമൊന്നും ഇതിനകത്തില്ല. മനസ്സിലാവുന്നുണ്ട്? അത് ആദ്യം അംഗീകരിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം, നമ്മളത് ഡൈജസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നാലേ നമ്മൾ പിന്നെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നുള്ളൂ. ഞാൻ പഠിക്കാൻ പോകുന്ന അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റൊന്നുമല്ല, എളുപ്പമുള്ള സബ്ജക്റ്റാണ്, എനിക്ക് എന്തായാലും അതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1. ഇനി സ്റ്റെപ്പ് നമ്പർ 2ലേക്ക് കിടക്കാം. നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ആ ഒരു സബ്ജക്റ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട് അല്ലേ. തോന്നിയ പോലെയാണോ പഠിക്കേണ്ടത്? അല്ല. ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഓക്സിലറി വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്സിലറി വെർബ്, അതിനുശേഷം ടെൻസ്, അതിനുശേഷം കോൺകോഡ് പഠിക്കാം, പിന്നെ ഏതാ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ്, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാം അല്ലേ. ഇഫ് കണ്ടീഷനൊക്കെ പഠിക്കാം. അല്ലാതെ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് തീരെ ബേസ് ഇല്ലാത്ത ഒരാൾ ആദ്യം തന്നെ എനിക്ക് തീരെ അറിയാത്ത സബ്ജക്റ്റ്, അല്ലെങ്കിൽ എനിക്ക് തീരെ അറിയാത്ത ടോപ്പിക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണെന്നും പറഞ്ഞിട്ട് അത് ആദ്യം വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കോളാവും. നമുക്ക് ഇംഗ്ലീഷിനോടുള്ള ഒരു ഇഷ്ടം തന്നെ അവിടെ പോവും അല്ലേ. എനിക്കൊന്നും കിട്ടുന്നില്ല, എൻ്റെ ഫുൾ കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വേയിൽ തന്നെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷിൽ മാർക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഓക്സിലറി വെർബ് നോക്കുക. ഈ ഓക്സിലറി വെർബിനകത്താണ് V1, V2, V3 അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഡു, ഡസ്, ഡിഡിന് ശേഷം ബേസ് ഫോം യൂസ് ചെയ്യണം, മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ബേസ് ഫോം യൂസ് ചെയ്യണം. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പിന്നെ അടുത്ത ടോപ്പിക്കുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് പഠിച്ചു പോവാം കേട്ടോ. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു മെത്തേഡ് തന്നെ എല്ലാവരും കീപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയും നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അല്ലാതെ ഞാനിതിനകത്ത് പെട്ടുപോയല്ലോ അങ്ങനെയുള്ളൊരു മനോഭാവത്തിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ എല്ലാം നെഗറ്റീവായിട്ടേ കാര്യങ്ങൾ അവസാനിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസ് മാത്രമല്ല, നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും നിങ്ങളത് ആദ്യം തന്നെ ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഒരു ഇഷ്ടം വളർത്തിയെടുക്കുക. എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും വേണം. അതേപോലെ തന്നെ ആ സബ്ജക്റ്റിനോടുള്ളൊരു ഇഷ്ടവും കൂടെ വേണം. ഓക്കെ, ഇനി പറയാനുള്ള മൂന്നാമത്തെ കാര്യം, സ്റ്റെപ്പ് നമ്പർ 3. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കയറാം. എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങേണ്ടത്? ഓക്കെ, എനിക്ക് ഇംഗ്ലീഷ് തീരെ അറിയില്ല. അപ്പോൾ തീരെ അറിയാത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓക്സിലറി വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്സിലറി വെർബ് എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞുള്ള ടോപ്പിക്ക് പഠിക്കുന്നു. അതിൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രാധാന്യമുണ്ട്. കാരണം എക്സാം ഹോളിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ തിയറി മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴായിരിക്കും നമുക്ക് ഈ പറഞ്ഞുള്ള നെഗറ്റീവൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓക്സിലറി വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓക്സിലറി വെർബിനകത്ത് നിങ്ങൾക്ക് മോഡൽ ഓക്സിലറി വെർബ് പഠിക്കാനുണ്ട് അല്ലേ. മേ എവിടെ യൂസ് ചെയ്യും, മൈറ്റ്, ക്യാന്, കുഡ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ള അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടെൻസാണ്. ടെൻസ് പഠിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ടെൻസാണ് കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ഒരു ടോപ്പിക്ക്. അപ്പോൾ അതിൻ്റെ മീനിങ് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം ടെൻസ് പഠിക്കാൻ. അല്ലാതെ ഇന്ന വാക്ക് വരുമ്പോൾ ഇന്ന ടെൻസ് ആയിരിക്കും, അങ്ങനെയല്ല ടെൻസ് പഠിക്കേണ്ടത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. PSC ഇപ്പോൾ ചോദിക്കുന്നതെല്ലാം കുറച്ചും കൂടെ ലെവലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ അതിൻ്റെ ഒരു ഫോർമാറ്റ് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. അതായത് ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോം എന്ന് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. അത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് സന്ദർഭം വരുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നൊക്കെ അറിഞ്ഞു വയ്ക്കണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള തിയറി നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി വയ്ക്കണം ടെൻസിൻ്റെ കേസിൽ കേട്ടോ.
ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ? ഇപ്പോൾ നിങ്ങൾ ടെൻസ് പഠിച്ചു, ഇനി ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ PYQ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. മുമ്പത്തെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, PSC ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ടെൻസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ സിൻസ് ഫോറിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. മനസ്സിലായോ? പിന്നെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പറയാനുള്ളത്. ആദ്യം ഓക്സിലറി വെർബ്, പിന്നെ ടെൻസ് നോക്കുക. ഈ ടെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കുന്ന ഓരോ ടോപ്പിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. ടെൻസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മാത്രം കേട്ടോ. ടെൻസ് എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ഒരു ബേസ് ഫൗണ്ടേഷൻ. അത് നല്ലപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് പിന്നെ അവിടെ നിന്ന് പഠിക്കുന്ന ഇഫ് കണ്ടീഷൻ ആണെങ്കിലും ആക്റ്റീവ് പാസീവ് ആണെങ്കിലും കോൺകോഡ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇതൊക്കെ വളരെ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന സബ്ജക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഓരോ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോഴും വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഓക്സിലറി വെർബ് തീർത്തു, ടെൻസ് തീർത്തു, പിന്നെ ആക്റ്റീവ് പാസീവ് തീർത്തു, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് തീർത്തു. ഇതൊക്കെ തീർത്ത് കഴിയുമ്പോൾ നിങ്ങൾ ക്യുമുലേറ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എത്തിക്കഴിയുമ്പോൾ ടെൻസ് തലേന്ന് പോകാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്തിട്ട് ചെയ്യാം. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ തെറ്റുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് സ്ട്രോങ് ആക്കി കൊണ്ടുവരാം. അല്ലാതെ അയ്യോ എൻ്റെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞ് അതങ്ങ് മാറ്റി വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്കറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ട് അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണം. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുമ്പോണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു ബുക്ക് വെക്കണം. ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് മാത്രം ഒരു ബുക്ക് വയ്ക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കിട്ടാത്ത പോയിന്റുകളോ നിങ്ങൾക്ക് ഓർക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞ് ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സെപ്ഷണൽ കേസ് പഠിക്കാത്ത സ്റ്റുഡൻസിനാണ് നെഗറ്റീവ് അടിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് അല്ലേ, എ ലിറ്റിൽ നോളേജ് ഇസ് എ ഡേഞ്ചറസ് തിങ്. അപ്പോൾ കുറച്ച് അറിവ് മാത്രം ഉണ്ടെങ്കിൽ അത് നമുക്ക് നെഗറ്റീവ് അടിക്കും. നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും നമ്മളതിനെ ഫുള്ളായിട്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കില്ല കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞുള്ള എക്സെപ്ഷൻ കേസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവരും എന്ത് പഠിക്കുമ്പോഴും ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, അയ്യോ അത് എക്സെപ്ഷൻ കേസ്, അത് കുറച്ചും കൂടെ കൂടിയത്, അത് നോക്കണ്ട, അത് മാറ്റി വെച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ ബബിൾ ചെയ്താലും നമുക്ക് നെഗറ്റീവ് അടിക്കും. പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് ബേസ് മുതലേ പഠിച്ച് പോകാൻ നോക്കുക. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നൊരു കാര്യമാണ്, എന്താ ഏറ്റവും കൂടുതൽ നമ്മളെ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് PYQ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീതം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസാണെങ്കിൽ ഇപ്പോൾ ഒരു 10 മാർക്കിൻ്റെ ആണെങ്കിൽ ആ 10 ക്വസ്റ്റ്യൻസ് അല്ലേ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 10 മാർക്ക് അല്ലെങ്കിൽ ഒരു 20 മാർക്കേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു പറ്റുമെങ്കിൽ നിങ്ങളൊരു 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഈ 20 ക്വസ്റ്റ്യൻസിൽ എവിടെയാണോ തെറ്റുന്നത്, ചിലപ്പോൾ ടെൻസ് ആയിരിക്കാം, അപ്പോൾ ടെൻസ് സ്ട്രോങ് ആക്കി എടുക്കുക. അപ്പോൾ ടെൻസാണ് തെറ്റണമെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ ഒരു 10 ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞുള്ള ടോപ്പിക്കിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്താ അവിടെ ഗുണം വരുന്നത്, നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇംഗ്ലീഷിൽ എനിക്ക് മാക്സിമം ഒരു നെഗറ്റീവേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 2 നെഗറ്റീവ് വരുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ സെൽഫ് അനാലിസിസ് എന്ന് പറയുന്ന അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സാമിന് ഇരിക്കുന്ന അന്ന് നിങ്ങൾ തീരുമാനിക്കണം അല്ലേ, ഞാൻ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണോ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടേ എന്നുള്ളത് നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എനിക്ക് എന്തായാലും അറിയാം. ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളെല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, തീർച്ചയായിട്ടും നിങ്ങൾ ഇംഗ്ലീഷിന് നല്ല മാർക്ക് അടുത്ത എക്സാമിന് സ്കോർ ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യണം. ആയതിനെ ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ട് പഠിക്കുക. അതേപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു ധാരണ വേണം. പിന്നെ ഈ പറഞ്ഞ ടോപ്പിക് വൈസ് ആയിട്ട് കവർ ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. കാരണം ഒരു ഫസ്റ്റ് റാങ്കോ അല്ലെങ്കിൽ സെക്കൻഡ് റാങ്കോ കിട്ടിയിട്ടുള്ള കുട്ടി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഇപ്പോൾ ഇംഗ്ലീഷിന് ഏത് ബുക്കാണ് ഫോളോ ചെയ്യേണ്ടത്, ഇങ്ങനെയും കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബുക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലിറ്റിൽ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് നല്ലൊരു പുസ്തകമാണ് കേട്ടോ. ഇംഗ്ലീഷിൻ്റെ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിന്ന് കിട്ടും. അതേപോലെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോഴ്സല്ല, ഇംഗ്ലീഷിൻ്റെ മാത്രമായിട്ടുള്ള കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ, +2 ലെവൽ, 10th ലെവലിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകളാണ് ഇംഗ്ലീഷിൻ്റെ മാത്രമായിട്ടുള്ള കോഴ്സ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 399 റുപ്പീസാണ്.
ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഗ്രാമർ ഫുൾ കവർ ചെയ്യുന്നുണ്ട്, വൊക്കാബുലറി ഉണ്ട്, പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞൊരു രീതിയിൽ തന്നെ. ഇനിയിപ്പോൾ അത്യാവശ്യം ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്യാവശ്യം അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലും മതി കേട്ടോ. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ തെറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകണം. അതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഒഴിവാക്കാൻ പറ്റും. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.